ഫേസും മസാജ് ചെയ്ത് നമ്മുടെ പാക്കും കൂടെ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് കണ്ടോ നല്ല അടിപൊളിയായില്ലേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു മാസം മുന്നേ ഞാൻ ബ്യൂട്ടി കോളേജിൽ പഠിപ്പിക്കുന്ന ഫേഷ്യൽ മസാജിങ് രീതി ഞാനൊരു 3 പാർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എല്ലാം കൂടെ ഞങ്ങൾക്ക് ഒന്നിച്ച് കൂടെ ചെയ്യത്തക്ക രീതിയിൽ ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. പിന്നെ ബ്യൂട്ടി കോളേജിൽ നമ്മളെ ഫേഷ്യൽ മസാജിങ് പഠിപ്പിക്കുന്ന അതേ രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മസാജിങ്ങിൻ്റെയും പേര് പറഞ്ഞ് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ ഓരോ പാർട്ടിൻ്റെയും മസാജിങ് രീതിയും ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർക്ക് അത് കാണാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഫേഷ്യൽ മസാജ് ചെയ്യാനായിട്ട് ഈ വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ മസാജ് ചെയ്യുന്നതിന് മുന്നേ കൈകൾ രണ്ടും നല്ല ഭംഗിയായിട്ട് കഴുകുക, ചെളിയൊന്നുമില്ലാതെ. അതിനുശേഷം നമ്മൾ നമ്മുടെ മുഖവും നല്ലതായിട്ട് പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഫേസ് വാഷോ പയറുപൊടിയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തുപയോഗിച്ചിട്ടാണ് മുഖം കഴുകുന്നത് അത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് മസാജ് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ആൽമണ്ട് ഓയിലാട്ടോ. അപ്പോൾ ആൽമണ്ട് ഓയിൽ എനിക്ക് തോന്നുന്ന ഞാൻ മുന്നേ ഞാൻ ഒലിവ് ഓയിലും കൊണ്ട് മസാജ് ചെയ്യാറുണ്ട് ഞാൻ. അപ്പോൾ എനിക്ക് ആൽമണ്ട് ഓയിൽ കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ അത് ഇച്ചിരി കൂടെ ഈസിയാണ്, ഇച്ചിരി കൂടെ ലൂസാണ് നമ്മുടെ മുഖത്തേക്ക് കൈ മൂവ് ചെയ്യാനായിട്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അക്കോർഡിംഗ് ടു നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്രീം ഉപയോഗിച്ചിട്ടും മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ ആദ്യം കയ്യിലേക്ക് എടുക്കുവാണ്. അതിനുശേഷം നമ്മൾ 2 കൈയിലേക്കും ഇങ്ങനെയൊന്ന് ആക്കിയതിന് ശേഷം നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ഫുള്ള് നമ്മുടെ മുഖത്തേക്കൊന്ന് തേച്ച് കൊടുക്കാം. ഫുള്ള് നെക്കിലേക്കും നെക്കിൻ്റെ പുറകിലേക്കും ഒക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ചെവിയിലേക്കും ചെവിയുടെ പുറകിലേക്കും ഒക്കെ നന്നായിട്ട്, ചെവിക്ക് അകത്തേക്കും ചെവിയുടെ പുറത്തേക്കും ഒക്കെ നന്നായിട്ട്. ഇപ്പം ഓയിലായതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഓയിലേക്ക് പറ്റുമെന്നോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം. നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ഒരു 3-4 ഡ്രോപ്പ് ഓയിലും കൂടി എടുക്കാം കയ്യിലേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിനി മസാജ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കവിള് മുതൽ നമുക്ക് മസാജ് ചെയ്യാം. കവിളിൽ ഒരു 3-4 പ്രാവശ്യം 3-5 പ്രാവശ്യം ഇങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കയ്യിലേക്കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മുടെ ഫേസ് ഇങ്ങനെ മസാജ് ചെയ്യാം. എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ വേണം, അതുപോലെ ഇൻവേർഡ്സ് വേണം മസാജ് ചെയ്യാനായിട്ട്. ഇങ്ങനെ, അതായത് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇങ്ങനെയാണ്, ഇൻവേർഡ്സ് ആണ് മസാജ് ചെയ്യേണ്ടത്. കണ്ടോ, 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം നമ്മൾ ആദ്യം കവിള് മസാജ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലിപ്സിൻ്റെ അപ്സിലും ഡൗണിലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ചെയ്യുക. ഉണ്ടോ, ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഒരു 3-4-5 പ്രാവശ്യം ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ നോസിലേക്ക് പോകാം. നോസിൻ്റെ സൈഡുകൾ ഇങ്ങനെ, പിന്നെ നോസിൻ്റെ പാലം നമുക്കിങ്ങനെ, പിന്നെ അങ്ങനെ നമ്മളൊരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മളിങ്ങനെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്യണം. എഗെയിൻ നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ട് മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്യണം. 1 2 3 4 5. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ നോസിൻ്റെ ടിപ്പും ഇവിടെ വശവും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം. 3 4 5 1 2 3 4 5. എന്നിട്ട് ഇനി എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ കവിള് നമ്മൾ ഒന്നും കൂടി മസാജ് ചെയ്യണം. 3 4 5 1 2 3 4 5 ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ചീക്ക് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ലിപ്സും മസാജ് ചെയ്തു, നോസ് മസാജ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ചിന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചിന്ന് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ 1 2 3 4
5 അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് 1 2 അതായത് നമ്മുടെ ഈ വിരൽ അടിഭാഗത്തും വെക്കണം, ഈ വിരൽ ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ മേളുഭാഗത്തേക്കും വെക്കണം. 1 2 3 4 5. അപ്പം അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5. അതിങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 3-4-5 പ്രാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ചിഹ്നം ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് കവള് ചെയ്യാൻ നേരത്ത് നമുക്കിതാ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം 3-4-5 പ്രാവശ്യം. അതിനുശേഷം നമുക്ക് നമ്മുടെ കവളൊന്ന് ഇങ്ങനെ ഫുള്ളൊന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അതും ഒരു 3-4-5 പ്രാവശ്യം ഇങ്ങനെ പിഞ്ച് ചെയ്ത് കൊടുക്കാം. 5 ഇങ്ങനെ പിഞ്ച് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം നമുക്ക് 1 2 3 4 5 ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐസും ഐബ്രോസും ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഐസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ശകലം ഓയിൽ കൂടെ കയ്യിലെടുക്കണം കേട്ടോ. കാരണം ഹാൻഡ് നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ കൂടെ മൂവ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ചും കണ്ണിനടിയിലൊക്കെ നമ്മൾ മസാജ് ചെയ്യണ സമയത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ ഫിംഗേഴ്സ് മൂവ് ചെയ്യാനായിട്ട്. അതുപോലെ എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള കാര്യമാണ്, നമ്മൾ ഐക്ക് ചുറ്റും മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇങ്ങനെ നമുക്ക് ഐയുടെ ചുറ്റിനും ഇങ്ങനെ ഒരു റൗണ്ട് ഒരു സർക്കിളിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ ഈ പുരുകത്തിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം. 1 2 3 4 5 കണ്ടോ, ഇങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതും ഒരു 3-4-5 സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ ഈ അടച്ചു പിടിച്ചിട്ട് കണ്ണിൻ്റെ ഈ പോള വശത്ത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളരെ സ്മൂത്തായിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ണിൻ്റെ പുറത്ത് കൂടെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും ആദ്യം നമ്മുടെ സ്കിന്ന് ലൂസാവുന്ന സൈഡ് ഈ കണ്ണിൻ്റെ മുകൾ വശമൊക്കെ ആയിരിക്കും ഇവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയൊക്കെ ടൈറ്റ് ആവാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്മൂത്തായിട്ട് കണ്ണിൻ്റെ പൊക്കത്തിൽ അതുപോലെ ഈ വശത്തുമൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം അതിന് ശേഷം നമ്മുടെ ഈ 2 ഫിംഗർ വെച്ചിട്ട്, അത് ഞാൻ മുന്നത്തെ എൻ്റെ മസാജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ 2 ഫിംഗർ വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അയൺ ഔട്ട് ചെയ്ത് കൊടുക്കണം. ഐസ് ഇങ്ങനെ 1 2 3 4. പിന്നെ നമ്മളിങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ മസാജ് ചെയ്യുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ ശരിക്കും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഐബ്രോസ് ആണ് മസാജ് ചെയ്യേണ്ടത്. ഐബ്രോസ് മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇങ്ങനെ ആർച്ച് പോലെ പൊക്കത്തിലേക്ക് ഇങ്ങനെയാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇതും കൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് പൊക്കി വിടുക. അതിനുശേഷം ഇതും കൊണ്ട് ഇങ്ങനെ പതുക്കെ നമ്മൾ ആ പൊക്കി പോണ ആവശ്യത്തൂടെ ഇങ്ങനെ തന്നെ ഇങ്ങനെ വെക്കുക. പൊക്കി മസാജ് ചെയ്യുക നമ്മുടെ ഐബ്രോസ്. അതിനുശേഷം അതേ ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വരിക. ഇങ്ങനെ വന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേട്ടും കൂടെ വരിക. അതുകൊണ്ടോ, ഇപ്പുറത്തെ സൈഡിലേട്ടും കൂടെ ഇങ്ങനെ വരിക. എന്നിട്ട് അതും ഒരു 3-4-5 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പിഞ്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഐബ്രോസ്. അതായത് നമ്മുടെ ഐബ്രോയുടെ ആർച്ച് കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ മുകളിൽ ഇങ്ങനെ ഈ തന്തം വിരൽ കൊണ്ട് മുകളിലേക്കും മറ്റേ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് ഇങ്ങനെ താഴേക്കുമായിട്ട് ഇങ്ങനെ നമ്മുടെ ആർച്ച് രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ മസാജ് ചെയ്യണത് നമ്മുടെ ഈ ഐബ്രോസിൻ്റെ പൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോസൊക്കെ നന്നായിട്ട് തിക്കായിട്ട് ഗ്രോ ചെയ്യാനും ഒക്കെ വളരെ നല്ലതാട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു ക്രോസ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഐബ്രോയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടെ നമ്മുടെ കവിള് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം എപ്പോഴും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഇങ്ങനെ താഴേന്ന് വേണം കേട്ടോ മസാജ് ചെയ്യാനായിട്ട്. ഇങ്ങനെ
ഒരുപാട് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, സ്മൂത്തായിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഒന്ന് നമ്മുടെ കവളൊന്ന് ഫുള്ളിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ ഇൻവേർട്സ് വേണം ചെയ്യാനായിട്ട് കേട്ടോ, അവനകത്തേക്ക് വേണം നമ്മൾ ടാപ്പ് ചെയ്യാനായിട്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ നെറ്റിയാണ്. അപ്പോൾ നമുക്ക് ഓയിൽ നമ്മുടെ കയ്യിൽ അത് നമ്മൾ മസാജ് ചെയ്ത് തീർന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ചെടുത്താൽ മതിയായിരിക്കും, ഓൾറെഡി നമ്മുടെ മുഖത്ത് ഓയിലുള്ളത് കൊണ്ട് തന്നെ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഫോർഹെഡ് മസാജ് ചെയ്യാം. അപ്പം അതിങ്ങനെ നമ്മൾ സർക്കുലാർ മോഷനിൽ ഇങ്ങനെ നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്പ് വെച്ചിട്ട് നമ്മൾ സർക്കുലാർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ നമ്മുടെ ഈ 4 ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ പൊക്കത്തിലേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ. പിന്നെ നമുക്ക് അതുപോലെ ഇങ്ങനെ സൈഡുകളിലേക്ക് നമുക്കിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ സൈഡിലേക്ക്. അതുപോലെ ഇങ്ങനെ സിക്സാഗ് പോലെ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇങ്ങനെ എവിടെയൊക്കെയാണ് നെറ്റിയുടെ എൻഡ് വരെ, അതായത് പുരുകത്തിൻ്റെ ഇവിടെ വരെ നമുക്ക് ഇങ്ങനെ സിക്സാഗ് ടൈപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ മസാജ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് ടൈറ്റായിട്ടിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ 8 എഴുതുന്ന പോലെ ഇങ്ങനെ 8 എഴുതുന്ന പോലെയൊക്കെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ നെറ്റിയിലും ഇതുപോലെ നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 3-4 പ്രാവശ്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കവള് ചെയ്യുവാണ് മസാജ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നെക്കാണ്. അപ്പോൾ നെക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാണ്. അപ്പോൾ ബാക്ക് സൈഡിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെവിയുടെ ഇവിടെ കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെവിയുടെ അകവും ചെവിയുടെ പുറകു വശവും. കാരണം ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഭയങ്കരമായിട്ട് സ്കിന്നൊക്കെ ഡ്രൈ ആയിട്ടും അങ്ങനെയൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ്. ചെവിയൊക്കെ നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു നോട്ടത്തിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന് വേറൊരു കളറ്, ചെവിക്ക് വേറൊരു കളറ്, അങ്ങനെയൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറന്നു പോകാതിരിക്കേണ്ട ഭാഗമാണ് നമ്മുടെ ചെവിയുടെ ബാക്ക് സൈഡ്, അതുപോലെ നെക്കിൻ്റെ ബാക്ക് സൈഡ് അവിടെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മുടെ മസാജിങ് സ്റ്റെപ്പാണ്, കവള് മസാജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫുള്ള് മുഖം ഒന്ന് മസാജ് ചെയ്തിട്ടാണ് നമ്മൾ നിർത്തുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നമ്മുടെ മസാജിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പോർസൊക്കെ നല്ല സ്മൂത്തായിട്ട് ഇരിപ്പുണ്ടാകും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ പോർസൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് ചുരുങ്ങിയിരിക്കാനായിട്ട് നമുക്കൊരു തണുത്ത പാക്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെടുക്കണ വീഡിയോ എന്തൊക്കെയാണെന്നുള്ളത് ഇടണ വീഡിയോ ഞാൻ കാണിക്കാതിരുന്നത് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ തൈരും പിന്നെ കുറച്ച് ആട്ടപ്പൊടി, ഒരു 3/4 സ്പൂണോളം ആട്ടപ്പൊടിയും, അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് നമ്മുടെ സാധാരണ നോർമൽ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി നന്നായിട്ട് നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, അപ്പോൾ ഞാൻ വേറെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് മിക്സ് ചെയ്യണതും വേറെ ഇതായിട്ട് മിക്സ് ചെയ്യണതും ഒക്കെ. അപ്പോൾ ഇതും കൂടെ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനതാ ഫേസിലേക്ക് നന്നായിട്ട് നമ്മുടെ പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ മസാജ് ചെയ്ത് ബാക്കിലേക്കൊക്കെ നന്നായിട്ട് ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിട്ട നമ്മുടെ ഫേസ് പാക്കൊക്കെ നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് റിമൂവ് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ജോലി നമ്മൾ ഇങ്ങനെ അതങ്ങ് റബ്ബ് ചെയ്ത് ഇങ്ങനെ ഇങ്ങെടുക്കുക, ഇങ്ങനെ ഫേസും മസാജ് ചെയ്ത് നമ്മുടെ പാക്കും കൂടെ റിമൂവ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് കണ്ടോ അടിപൊളിയായില്ലേ. ഇതാ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫുള്ള് റിമൂവ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടേ. ഇത് കണ്ടോ അടിപൊളിയായില്ലേ, നോക്കിയ മുഖം. എൻ്റെ ഒരു ഫേവറേറ്റ് സ്കിൻ കെയർ ആട്ടോ ഇത്. ഞാൻ മിക്കപ്പോഴും ചെയ്യണം. അതുപോലെ ഞാൻ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകാനായിട്ട്, എന്തെങ്കിലും പാർട്ടിക്കൊക്കെ പോകാനായിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നേ ചെയ്യണ ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.